നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായി പുറത്തോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങളുടെ ഫോൺ നോക്കുമ്പോൾ ഒട്ടും തന്നെ ചാർജ് ഇല്ല. പക്ഷേ പേടിയാണെന്നില്ല. നിങ്ങളുടെ ഫോൺ 50 വാട്ട്സ് അല്ലെങ്കിൽ 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജർ എടുക്കുന്നു, കുത്തുന്നു, 10 അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ 40% ചാർജ് ആവുന്നു. ആ സമയത്ത് കുഴപ്പമില്ല, നിങ്ങൾ ചാർജർ വരുന്നു കൊണ്ടുപോകും അല്ലേ. പക്ഷേ ഇങ്ങനത്തെ 80 വാട്ട്സിൻ്റെയും 200 വാട്ട്സിൻ്റെയും ഒക്കെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിന് നല്ലതാണ്. ഈ പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് നിങ്ങളുടെ ഫോണിന് നല്ലതാണോ അതോ കേടാണോ? ഈ ഫാസ്റ്റ് ചാർജിങ് ഒട്ടും തന്നെ ഉപയോഗിക്കരുത്, നിങ്ങളുടെ ഫോൺ അടുത്ത വർഷം തന്നെ മാറ്റേണ്ടി വരും. ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കരുത്, നിന്റെ ബാറ്ററി കേടായി പോകും. എന്നുള്ള പല ചോദ്യങ്ങളും വരുന്നുണ്ട്. സോ അതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നിങ്ങളുടെ ഫോണിനകത്തുള്ള ബാറ്ററി എന്ന് പറയുന്നത് ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററിക്കകത്ത് ലിഥിയം അയോൺസ് ഉണ്ട്. അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു അയോൺസ് ആനോഡിൽ നിന്നും കാഥോഡിലോട്ട് മൂവ് ചെയ്ത് പോകും. ആൻഡ് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അയോൺസ് എല്ലാം കൂടെ തിരിച്ച് മറ്റേ പൊസിഷനിലോട്ട് തന്നെ വരും. ഇപ്പോൾ നിങ്ങളൊരു സ്ലോ ചാർജറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സ്പീഡ് കുറവാണ്, അതുകൊണ്ട് തന്നെ പവർ അത്യാവശ്യം സ്റ്റഡി ആയിട്ടായിരിക്കും പോകുന്നത്. സോ ആ ഒരു അയോൺസ് പതിയെ മറ്റേ സൈഡിലോട്ട് പോകും. പക്ഷേ ഇതേ സ്ഥാനത്ത് 50 വാട്ട്സിൻ്റെയും 80 വാട്ട്സിൻ്റെയും 200 വാട്ട്സിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് കുത്തുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിക്കകത്തോട്ട് വളരെ ഹൈ വാട്ടേജ് ആണ് കയറുന്നത്. ഇപ്പോൾ നമ്മൾ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചു, അത് ഒറ്റയടിക്കുന്ന അരമണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആകും എന്നല്ല. ഇതിന് ആക്ച്വലി 2 സ്റ്റേജസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 0% നിന്നും അങ്ങ് 80% അല്ലെങ്കിൽ 50% വരെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ തന്നെ ചാർജ് ആകും. കാരണം ബാറ്ററിക്ക് അത്രയും പവറിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, അത്ര സ്ട്രെസ് ഒന്നും എടുക്കാതെ തന്നെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒന്നെങ്കിൽ 80 അല്ലെങ്കിൽ 90 to 100 ആ ഒരു റേഞ്ച് മാത്രം അത്യാവശ്യം ചാർജിങ് സ്പീഡ് കുറയുന്നത്. ഇങ്ങനെ സ്പീഡ് കുറയുന്നത് ഓവർ ഹീറ്റിംഗ് തടയാനായിട്ടും അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് സ്പാൻ കുറച്ചൊന്ന് കൂട്ടി കിട്ടാനുമായി നിങ്ങളുടെ ഫോണിനകത്തുള്ള IC ഈ ഒരു ചാർജിങ് സ്പീഡിനെ കുറയ്ക്കുന്നതാണ്. ഇതിൻ്റെ കൺസേൺ ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഹീറ്റിംഗ്. അതായത് ഫാസ്റ്റ് ചാർജിങ് ആണല്ലോ, സോ ഫോൺ ഹീറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലിഥിയം അയൺ ബാറ്ററിയുടെ പേര് സ്വപ്നമാണ് ഹീറ്റിംഗ്. സോ ഇങ്ങനെ ഹീറ്റ് ആവുകയാണെങ്കിൽ ബാറ്ററിക്കകത്തുള്ള കെമിക്കൽ കോമ്പോണൻസ് എല്ലാം ഡീഗ്രേഡ് ചെയ്ത് വരികയും ഓവർ ടൈമിൽ, അതായത് കാലങ്ങൾ കഴിയും തോറും നിങ്ങളുടെ ബാറ്ററി ഡീഗ്രേഡ് ആയി വരികയും ചെയ്യും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒട്ടും തന്നെ കൊള്ളില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സ്മാർട്ടാണ്. നിങ്ങളുടെ ഫോണിനകത്ത് പല തെർമൽ സിസ്റ്റംസും ഇപ്പോഴത്തെ മാനുഫാക്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ വേപ്പർ ചേമ്പർ കൂളിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ആൻഡ് എവിടെയെങ്കിലും ഇത്തിരി ചൂടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ ഫോൺ തന്നെ ചാർജിങ് സ്പീഡ് ത്രോട്ടിൽ ചെയ്തോളൂ. ഇനി നമുക്ക് പ്രോസ് ആൻഡ് കോൺസിലേക്ക് പോകാം. അതായത് എവിടെയാണ് ഫാസ്റ്റ് ചാർജിങ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവുന്നത്, എവിടെയാണ് ഫാസ്റ്റ് ചാർജിങ് പാളുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങുള്ള ഏക ഒരു ഗുണമാണ് ഫാസ്റ്റായിട്ട് ചാർജ് ആകും എന്നുള്ളത്, സ്പീഡ്. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്, കാരണം അത്യാവശ്യം ഹൈ വാട്ടേജ് ആയിട്ടുള്ള പവറാണല്ലോ ഫോണിനകത്തോട്ട് കയറുന്നത്. സോ മിനിമലായിട്ടുള്ള എനർജി ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ കോൺസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട്. ആൻഡ് അതുപോലെ തന്നെ സ്ലോ ചാർജിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഡീഗ്രേഡേഷൻ ഇത്തിരി കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവുകയുമില്ല. അവസാനം ഞാനൊരു കാര്യം പറയാം, 99% ആൾക്കാർക്കും ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ഗുഡ് ബൈ.